പാവപ്പെട്ടവർക്കും വേണ്ട സിറ്റിയിൽ ഒരു വീട്. അതാണ് ഇന്ന് നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത്. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിക്ക് പാങ്ങോട് ജംഗ്ഷൻ സമീപമാണ്. പാങ്ങോട് നിന്ന് ഇടപ്പഴിഞ്ഞിലേക്ക് പോകുമ്പോൾ SK ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് 300 മീറ്റർ മാറി നമുക്കൊന്നൊരു ചെറിയ കുഞ്ഞൻ വീടാണ് നമുക്ക് സെയിലിനുള്ളത്. വെറും 3 സെൻറ്റിലായിട്ട് 1000-ൽ താഴെ സ്ക്വയർ ഫീറ്റുള്ള ബഡ്ജറ്റ് കുറഞ്ഞ വീടുകൾ നോക്കുന്നവർക്കുള്ള വീടാണ് ഇന്ന്. പാവപ്പെട്ടവർക്കും വേണ്ട സിറ്റിയിൽ ഒരു വീട്. അതാണ് ഇന്ന് നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പോൾ SK ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാക്സിമം പോയ ഒരു 600 മീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഒരു 300-350 മീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ്. നമുക്ക് ഇതിലേക്ക് വരുന്ന റോഡെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു മിനി ലോറി വരുവാനും അതിലേക്ക് തന്നെ നമുക്കൊരു സ്വിഫ്റ്റ് അങ്ങനെയുള്ള ചെറിയ കാറുകളെല്ലാം ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ്. നമുക്കിതാ ഇതിലേക്ക് വരുമ്പോൾ തന്നെ 3 സെൻറ്റിലായിട്ട് ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. നമുക്ക് 3 സെൻറ്റിലായിട്ട് സ്ക്വയർ പ്ലോട്ടോട് കൂടി ഒരു 900-ത്തിന് അടുത്ത് വരുന്ന രീതിയിലോട്ടുള്ള ഒരു വീട് നമുക്കൊരു പഴയ വീടാണ്. അതാണ് നമുക്കിന്ന് സെയിലിനുള്ളത്. സിറ്റിക്കുള്ളിൽ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് തീർച്ചയായും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 4 കിലോമീറ്റർ ഇതാണ്. നമുക്ക് അതുപോലെ തന്നെ KSRTCയിലായാലും റെയിൽവേ സ്റ്റേഷനിൽ പോകാനായാലും മുതൽ നമുക്ക് മാളുകളോ സിറ്റിയുടെ ശരിക്കും ഈ പ്രോപ്പർട്ടി വരുന്ന സിറ്റിയുടെ ഒരു ഹൃദയ ഭാഗത്ത് തന്നെയാണ് നമ്മൾ. ഇപ്പം ഇടപ്പഴിഞ്ഞി ആയാലും പാങ്ങോടൊക്കെ ആയാലും തന്നെയാണ് നമുക്ക് ഏറ്റവും സിറ്റിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊരു 5 മിനിറ്റ് താഴെ എത്താൻ പറ്റുന്ന രീതിക്കുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കുഞ്ഞു വീടുകളുണ്ടോ എന്നുള്ള സിറ്റിക്കകത്ത്. അത്തരത്തിലുള്ള കസ്റ്റമേഴ്സുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് കുറഞ്ഞ ഒരു വീടാണ്. നമുക്കിതിന് കുറച്ച് റിനോവേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം താമസിക്കാനും യാതൊരു പ്രശ്നവുമില്ല. റെൻറ്റ് ചെയ്യണമെന്ന് റെൻറ്റ് ചെയ്യുക. ഹൈ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് കേട്ടോ ഇതിൻ്റെ 4 ചുറ്റും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ടാണ്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹോള്, ഒരു സ്മോൾ ഫാമിലി അല്ലെങ്കിൽ നമുക്ക് ഒക്കെ താമസിക്കാൻ പറ്റുന്നതിലേക്കുള്ള ഒരു നല്ലൊരു ഹോളാണ്. ഇവിടെ വരുന്നത് 2 ബെഡ്റൂമുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ബെഡ്റൂം അതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒന്നുമല്ല, കോമൺ ടോയ്ലറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കയറി വരുമ്പോൾ ഒരു ചെറിയൊരു ഹോളാണ്. 2 സൈഡിലായിട്ട് 2 ബെഡ്റൂംസ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ വരുന്നത് വീണ്ടും ഒരു ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. സൈഡിലായിട്ട് വീണ്ടും ഒരു ബെഡ്റൂമിനുള്ള നല്ലൊരു, അത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ റൂഫ് വന്നിട്ട് ഇത് ഷീറ്റാണ്. ആ സൈഡിൽ വന്നിട്ടുള്ളത് ഇത് ടെറസുമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു അടുക്കളയുടെ ഒരു പ്രൊവിഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, പാവപ്പെട്ടവർക്കും തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ ഹൃദയഭാഗത്തൊരു വീടെന്ന് സ്വപ്നം കാണുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞു. 3 സെൻറ്റിലായിട്ട് 1000-ൽ താഴെ സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് വെറും 37 ലക്ഷം രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുകുടി പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.